ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും കരയേറ്റുന്നു. ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ എനിക്ക് വന്ന സാക്ഷ്യം പറയുവാൻ മാതാവ്, കൃപാസന മാതാവ് എനിക്ക് ഒരുക്കി തന്ന ആ വലിയ കൃപയോർത്ത് അളവറ്റ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം കരയേറ്റുകയാണ്. എൻ്റെ പേര് രാജീവ് വർഗീസ്. ഞാൻ വരുന്നത് കൊടിനാട്ടുകുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ഇടവാംഗമാണ്. ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് കാനഡയിലാണ്. ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയുന്നത് എൻ്റെ സിസ്റ്റർ ഇൻ ലോ വഴിയും എൻ്റെ ഫ്രണ്ട്സ് വഴിയും പിന്നെ യൂട്യൂബ് വഴിയുമാണ് ഞാൻ അറിയുന്നത്. അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് വളരെ കാലത്തിന് ശേഷമാണ് എനിക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിച്ചത്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് മാസം 31 തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് രജിസ്റ്റേർഡ് നേഴ്സിന് ഉള്ള ഒരു എക്സാം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉടമ്പടിക്ക് മുമ്പായിട്ട് ഞാൻ ആ പരീക്ഷ എഴുതി. പക്ഷേ എനിക്ക് ആദ്യത്തെ അറ്റംപ്റ്റ് കിട്ടിയില്ല. അപ്പം പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ രജിസ്റ്റേർഡ് നേഴ്സിൻ്റെ പോസ്റ്റിലുള്ള പരീക്ഷ ഞാൻ എഴുതുന്നത്. അതിന് പറയുന്ന പേര് എൻക്ലക്സ് RN എന്നാണ് ആ എക്സാമിൻ്റെ പേര്. അത് നല്ല ടഫുള്ള എക്സാമാണ്. ഞാൻ ഈ എക്സാം എഴുതുന്ന സമയത്ത് എനിക്ക് നല്ല പനിയായിരുന്നു. ആ പനിയും അതുപോലെ തന്നെ എനിക്ക് ശരിക്കും പഠിക്കാനും പറ്റിയില്ല. പക്ഷേ ഞാൻ പരീക്ഷാ സമയത്ത് പോയപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഞാൻ മാതാവിൻ്റെ വെഞ്ചരിച്ച കാശ് രൂപം കൊണ്ടാണ് ഞാൻ പോയത്. ആ കാശ് രൂപം വെച്ച് ഞാൻ പോയി പരീക്ഷ എഴുതി. എനിക്ക് ജയിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല. മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പരീക്ഷ എഴുതി അത്രയും പോലും നല്ലതായിട്ട് ഞാൻ സെക്കൻഡ് അറ്റംപ്റ്റിൽ ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ പാസ്സാകുകയാണ് ഉണ്ടായത്. അതിന് മാതാവിന് കോടാനുകോടി നന്ദി സ്തുതിയും കരയേറ്റുന്നു. പിന്നെ എനിക്ക് ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ ആ സമയത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന ആ സമയം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ്. എല്ലാവരും പാസ്സായി എല്ലാ സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ വിചാരിച്ചു റെസ്യൂമികളൊക്കെയും ഞാൻ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവസാനം ഞാൻ വിചാരിച്ചു നേരിട്ട് മാതാവിൻ്റെ കാശ് രൂപവും പിടിച്ചുകൊണ്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാമെന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ അവിടെ ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ ആ മാനേജർ അരികെ ഞാൻ റെസ്യൂമി കൊടുക്കുന്നതിന് മുമ്പായിട്ട് മാതാവിൻ്റെ ഇവിടുന്ന് പ്രാർത്ഥിച്ച ഉടമ്പടി തൈലം ഞാൻ ആ റെസ്യൂമിയിൽ ഞാൻ കുരിശു വരച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ആ മാനേജറെ കൊടുത്തത്. അവർക്ക് എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തോന്നിയത്. എനിക്ക് തന്നെ അതിശയം തോന്നി. ഞാൻ അതിന് സെക്കൻഡ് ഡേയിൽ അവർ ഇൻ്റർവ്യൂവിന് സെറ്റപ്പ് ആക്കുകയും എന്നെ പെട്ടെന്ന് അവിടെ വിളിക്കുകയും ചെയ്തു. അങ്ങനെ ഞാൻ അവിടുത്തെ അക്യൂട്ട് കെയർ എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ അവിടെ 6 മാസം വർക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം ഞാൻ ഈ ഉടമ്പടിയിൽ വെച്ചൊരു നിയോഗമാണ് എനിക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലം ആയി കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാരണം കോവർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എനിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ അതിനുശേഷം ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് എനിക്ക് വളരെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് എൻ്റെ കോവർക്കേഴ്സിന് കിട്ടുന്നത്. അവരെന്നെ എൻ്റെ ടെമ്പററി പൊസിഷനിലാണ് ഞാൻ കയറിയെങ്കിലും അവരെന്നെ അവിടുന്ന് വിടത്തേയില്ലായിരുന്നു. അവരെന്നെ മാക്സിമം അവിടെ ജോലി ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അവിടുന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് പൊസിഷൻ കിട്ടി. ഇപ്പോൾ ഞാൻ പെർമനൻറ്റ് പൊസിഷനിൽ നല്ലൊരു സ്ഥലത്ത്, മുമ്പത്തേനേക്കാട്ടിലും നല്ല സ്ഥലത്ത് തന്നെ, എനിക്ക് നല്ല കോവർക്കേഴ്സ് ഉള്ള സ്ഥലത്ത് എനിക്ക് വർക്ക് ചെയ്യുവാൻ മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നെ വേറൊരു നിയോഗം ഞാൻ അതിൻ്റെ അകത്ത് വെച്ചിരുന്നത്, എനിക്ക് അവിടെ കാനഡയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ മാതാവിൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചത് അത് അക്ഷരം പ്രതി എനിക്ക് മാതാവ് ബ്ലെസ്സിങ് ചെയ്ത് തരികയാണ് ഉണ്ടായത്. കാരണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലമെന്ന് പറയുന്നത് 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഹൈവേയിൽ കൂടെ തന്നെ പോകുന്ന സ്ഥലമാണ്. അപ്പം ഡ്രൈവ് ചെയ്ത് മാതാവ് എന്നെ വളരെ നല്ല രീതിയിൽ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യുവാൻ മാതാവ് എനിക്കൊരു അനുഗ്രഹം തന്നിരിക്കുകയാണ്. പിന്നെ എനിക്കുണ്ടായ വേറൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാനത് ഉടമ്പടിയിൽ വെക്കാത്ത ഒരു അനുഗ്രഹമാണ് എനിക്ക് കിട്ടിയത്. കാരണം എൻ്റെ ഇടത് കാലിൽ ഒരു നാരങ്ങ വലിപ്പത്തിൽ എപ്പോഴും ചൊറിഞ്ഞു പൊട്ടി എല്ലാ വർഷവും ഒരേ സീസണൽ ആയിട്ടുള്ള ഒരു ഡിസീസ് പോലെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പണ്ടുള്ള ചെരുപ്പിട്ട് അലർജി ആയിട്ടാണ് എനിക്കിത് വന്നിരുന്നത്. ഏകദേശം 10-12 വർഷത്തോളമായിട്ട് എനിക്കത് വരുന്നുണ്ടായിരുന്നു.
പക്ഷേ അത് വരും. പിന്നെ എന്തെങ്കിലും സ്റ്റീറോയിഡിൻ്റെ ഡോക്ടറെ കാണും, സ്റ്റീറോയിഡിൻ്റെ ആപ്ലിക്കേഷൻ ഒരു ക്രീം തേക്കും, തേച്ച് കഴിയുമ്പോൾ ഇതങ്ങ് പോകും. വീണ്ടും ഇത് പിന്നെയും അപ്പിയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ എല്ലാ വർഷവും ഇതിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഓർത്ത് ചെരുപ്പിൻ്റെ പ്രശ്നങ്ങളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ചെരുപ്പ് മാറ്റുന്നു, സോക്സ് മാറ്റുന്നു. എന്നിട്ടും ഇത് കുറച്ച് നാളത്തേക്ക് വരും, പിന്നെയും ഇത് പോകും, പിന്നെയും വരും. ഇതെനിക്കൊരു ഭയങ്കര ഒരു ഇറിറ്റേഷനായിട്ട് തുടങ്ങി. ഞാൻ വെഞ്ചരിച്ച ഉടമ്പടി തൈലം ഞാൻ ആ മുറിവേൽ പുരട്ടിയതിന് ശേഷം ഞാൻ പുരട്ടി, പിന്നെ ഞാൻ അതിൻ്റെ കാര്യമേ വിട്ടുപോയി. ഇങ്ങനെ ഒരു ചൊറിച്ചിലുള്ളതായിട്ട് പോലും എനിക്ക് പിന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചറിയുന്നത് മാതാവ് എന്നെ സൗഖ്യമാക്കിയ വിവരം. ഇത് ഞാൻ ഉടമ്പടി വെക്കാത്ത ഒരു സൗഖ്യമാണ് മാതാവ് എനിക്ക് തന്നത്. പിന്നെ എനിക്ക് ലഭിച്ച വേറൊരു സൗഖ്യമെന്ന് പറയുന്നത് ഇതും ഉടമ്പടിയിൽ വെക്കാത്തതാണ്. എൻ്റെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു മറുകുണ്ടായിരുന്നു. ഈ മറുക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ചൊറിയും, അതിൻ്റെ സ്കാബ് മുകളിലത്തെ തൊലി ഇങ്ങനെ അടന്നു വരും. പിന്നെയും അത് വലുതൊന്നുമല്ല, ചെറുതാണ്. പക്ഷേ അത് എപ്പോഴും ഇങ്ങനെ വരുന്നത് കൊണ്ട് എനിക്ക് എപ്പോഴും എൻ്റെ കൈ അങ്ങോട്ട് പോകും, ചൊറിയും. ഇതായിരുന്നു പരിപാടി. അത് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു, പക്ഷേ അന്നൊന്നും എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടില്ല. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ ചൊറിച്ചിൽ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരു പേടിയും തോന്നി, എന്താണ് ഈ മറുക് ഇങ്ങനെ വരുന്നത്, അങ്ങനെ ഡോക്ടറെ കാണിക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി തൈലം ഞാൻ ഈ മറുകയിൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം പിന്നെ ഞാൻ ഇതിൻ്റെ കാര്യമേ ഞാനും മറന്നുപോയി. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ തപ്പി നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവമേ ഇങ്ങനെ ഒരു മറുക് എനിക്കിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന്. അതിൻ്റെ പാട് പോലും ഇല്ലാതെ ആ മറുക് അവിടെ നിന്ന് മാറുകയാണ് ഉണ്ടായത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് ഡൊണേഷന് ഞാൻ കാനഡയിൽ വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യുന്ന സ്റ്റോറുകളിൽ, ഗ്രോസറി മേടിക്കുന്ന സ്റ്റോറുകളിൽ ഫുഡ് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു പാക്കറ്റുകൾ അവിടെ വെച്ചേക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കണ്ടെയ്നർ വെച്ചേക്കും. ഞാൻ അതിൻ്റെ അകത്ത് ഞങ്ങൾ ഫുഡ് മേടിക്കുമ്പോൾ ഒരു അംശം അതിൻ്റെ അകത്ത് കൊണ്ട് ഞങ്ങൾ ഫുഡ് മേടിക്കുന്ന സമയത്തെല്ലാം നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ പാവങ്ങളായിട്ട് തോന്നുന്നവർക്ക് ഞങ്ങൾ പൈസ കൊടുത്ത് സഹായിക്കുമായിരുന്നു. ഇത് രണ്ടുമാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം. ആത്മീയ കാര്യത്തിൽ എനിക്ക് വളർച്ച ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ ഒരു കൊന്ത ചെല്ലും. തിരിച്ചു വരുമ്പോൾ ഞാൻ 2 കൊന്ത ചെല്ലിയാണ് ഞാൻ തിരിച്ചു വരുന്നത്. കാരണം അതിനുള്ള സമയം എനിക്കുണ്ട്. 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താണ് ഞാൻ ഡ്യൂട്ടി സ്ഥലത്ത് പോകുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് ഒരു കൊന്ത ചെല്ലും. അങ്ങനെ 4 കൊന്ത ഒരു ദിവസം ചെല്ലുവാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. കാരണം കൊന്ത ചെല്ലാനുള്ള മടുപ്പ് മാറ്റിക്കിട്ടി. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ ഒരു ദിവസം പോലും മുടക്കാതെ എനിക്ക് കൂട്ടമായിട്ടിരുന്ന് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനുമുള്ള കൃപ ലഭിച്ചു. ഇതൊക്കെയാണ് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. ഈ അനുഗ്രഹങ്ങൾ തന്ന മാതാവിന്, കൃപാസന മാതാവിന് ഞാൻ എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ കോടാനുകോടി നന്ദിയും സ്തുതിയും കരയറ്റുന്നു. അവിടുന്ന് എൻ്റെ സഹായമാണ്. അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കും. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതു കൈ എന്നെ താങ്ങി നിർത്തുന്നു. സങ്കീർത്തനം 63, 7, 8 വചനങ്ങളാണ്. ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട്. സുരക്ഷയുടെ ഉയർപ്പിൽ നിന്നാണ് നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ഉയരുന്നത്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിലുണ്ടായാലും ദൈവസന്നിധിയിൽ വന്ന് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആനന്ദം ഒരിക്കലും നഷ്ടപ്പെടില്ല. നമ്മുടെ ആത്മാവും നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉറച്ച ബന്ധമാണ്. അത് വെറും വിശ്വാസമല്ല, അത് പൂർണ്ണമായ ആശ്രയമാണ്. നമുക്കും പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്നെത്തിയ ഈ അവസരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിൻ്റെ സഹായത്തിനും സ്നേഹത്തിനും സംരക്ഷണത്തിനും ഓർത്ത് നമുക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ സ്നേഹമുള്ള സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് ചിറകിൻ്റെ കീഴിൽ. നമ്മളിപ്പോൾ കേട്ടതുപോലെ അവിടുന്ന് എൻ്റെ സഹായമാണ്, അങ്ങയുടെ ചിറകിൻ കീഴിൽ ഞാൻ ആനന്ദിക്കുമെന്നാണ് പറഞ്ഞത്. ആ ചിറകിൻ്റെ കീഴിലേക്കാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ നമ്മളെ കൊണ്ടുപോകുന്നത്. തൻ്റെ മക്കളെ തൻ്റെ മാധുര്യമുള്ള സന്നിധിയിൽ ഒളിപ്പിക്കാനും തൻ്റെ ആത്മാവിനെ നിറഞ്ഞു നിൽക്കാനും ചേർന്ന് നിൽക്കാനും മാതാവിലൂടെ ദൈവത്തിലേക്ക് അടുക്കുവാനും യേശുവിലേക്ക് ചേർത്ത് നിർത്തുകയാണ് പരിശുദ്ധമ്മ ചെയ്യുന്നത്. ജീവിതഭാരങ്ങളിൽ തളരുമ്പോൾ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് ഈശോയുടെ കൂടെ ചേർന്ന് നിൽക്കാം. അങ്ങനെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് റെജി വർഗീസ് നമ്മോട് ഷെയർ ചെയ്തത്.
RN എക്സാം എഴുതാനായിട്ട് പോയപ്പോൾ ഈ മകൾ പ്രാർത്ഥിച്ചു. ആദ്യമൊക്കെ ഉടമ്പടിയിലല്ലായിരുന്നു. പ്രാർത്ഥിച്ചു. തൻ്റെ മെറിറ്റിൽ ഇത് പാസ്സാകാൻ സാധ്യമല്ല എന്ന് തോന്നിയപ്പോഴാകാം ഒരുപക്ഷെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷമെല്ലാം സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ ഈ മകളുടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും ജോലിക്ക് വേണ്ടി പോയപ്പോഴും ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ കയ്യിലുണ്ട്. ഒരു സംരക്ഷണമാണ്, ഒരു ശക്തിയാണ്, ഒരു ഒരു എന്താ പറയണേ, എപ്പോഴും നമ്മുടെ കൂടെയുള്ള ഒരു പ്രസൻസാണ് ഈ മകൾക്ക് ഫീൽ ചെയ്യുന്നത്. രജിസ്റ്റേർഡ് നഴ്സിന് പോയപ്പോഴും ഈ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉടമ്പടി വസ്തുക്കളായ തൈലവും ഉപ്പും അമ്മയുടെ കാശുരൂപവുമായിട്ടാണ് പോയത്. റെസ്യൂം കൊടുത്ത് സബ്മിറ്റ് ചെയ്തപ്പോഴും ഇതെല്ലാം വെച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ജോലിയാണ് ചിലത്. പിന്നീട് വേണ്ട ഒരു നല്ലൊരു ജോലിയായിരുന്നു, ഒരു കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് നല്ല വർക്കിംഗ് സിറ്റുവേഷൻ എൻവയോൺമെൻറ്റ് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. അതും ഈശോയും അമ്മയും കൊടുത്തു. ഡ്രൈവിംഗ് ഹൈവേയിൽ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു. ഫിയർ ഉണ്ടായിരുന്നു, ഒത്തിരി പേടിയുണ്ടായിരുന്നു ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. ഉടമ്പടിയിൽ വന്നു കഴിയുമ്പോൾ ആ ഭയമെല്ലാം അമ്മ അങ്ങ് ഏറ്റെടുക്കുകയാണ്. മക്കളുടെ കൂടെ മക്കളുടെ കൈപിടിച്ച് അമ്മയുണ്ട് കൂടെ എന്ന് പറയുന്ന ആ അമ്മയാണ് നമ്മുടെ കൂടെ. പിന്നെ ഹൈവേയിൽ ഡ്രൈവ് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. ഇതൊക്കെയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മുടെ ഭയവും നമ്മുടെ ഉത്കണ്ഠകളും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഏറ്റെടുക്കുന്ന ഒരമ്മയാണ് നമ്മുടെ കൂടെ. പിന്നീടുണ്ടായിരുന്ന ഡിസീസിൻ്റെ രോഗസൗഖ്യമാണ്. സീസണൽ ഡിസീസ് 12 വർഷത്തോളം ഈ മകൾ ബുദ്ധിമുട്ടി. രക്തസ്രാവക്കാരിയുടെ എന്ന മകളുടെ കാര്യം പറഞ്ഞ പോലെ 12 വർഷം ഉണ്ടായിരുന്ന രോഗമാണ്. ഉടമ്പടി എടുത്ത ഉടനെ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഈ മകൾക്ക് രോഗസൗഖ്യം ലഭിച്ചത്. ഉടമ്പടി വസ്തുക്കൾ വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോഴാണ്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശോയും അമ്മയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമുക്ക് രോഗസൗഖ്യം നൽകുന്നത്. ഒരു ചെറിയ മറുക് പോലും ദൈവത്തിനറിയാം. നമ്മുടെ ഓരോ കാര്യത്തിലും ഈശോ ശ്രദ്ധാലുവാണ്. നമ്മൾ വിചാരിക്കും ദൈവത്തിന് ഈശോയ്ക്കും അമ്മയ്ക്കും ഒന്നും അറിയില്ല എന്ന്. ഒരു കുഞ്ഞു മറുക് നമ്മുടെ ശരീരത്തിലുള്ളത് പോലും ഉടമ്പടി എടുത്ത മക്കളുടെ കാര്യത്തിൽ അമ്മ ശ്രദ്ധാലുവാണ്. അങ്ങനെയാണ് ഈ മകൾ പറഞ്ഞത്. മകൾ അത്ര ശ്രദ്ധിച്ചില്ല, പക്ഷേങ്കിൽ അമ്മ അത് ശ്രദ്ധിച്ചു. ഇതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത്? ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ എല്ലാ കാര്യവും നോക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഈശോയാണ്, ഒരു ദൈവമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മൾക്ക് ഈശോയുടെ അമ്മയോടും കൂടെ ചേർന്ന് നിൽക്കാം. ദൈവത്തിൻ്റെ ചിറകുകളുടെ നിഴലിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ഓരോ പ്രാർത്ഥനകളെയും ചേർത്ത് നിൽക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. റെജി വർഗീസിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.